ബി കൈൻഡ്, ദയുള്ളവരാവൂ എന്ന് പറയാറുണ്ട്. ദയ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നത്, മനസ്സിൽ ഓർമ്മ വരുന്നു പറഞ്ഞേ. എന്തൊക്കെ കാര്യങ്ങളാണ് ദയ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തേ. ദയ. പറഞ്ഞോളൂ. കരുണ. യെസ് യെസ് യെസ്. അത് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളിലേക്ക് വരുന്നത്? കരുണ ശരിക്കും ഒന്നുകൂടി അർത്ഥം വ്യത്യസ്തമായി വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുമ്പോൾ ദയ എന്നതിന് കരുണ എന്ന വാക്കുകൂടി ഉപയോഗിക്കാറുണ്ട്. അത് നിനക്ക് പറയാം. വെരി ഗുഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ദയ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങൾ? ദയയുള്ളവരാവുക, ദയ ചെയ്യുക, കൈൻഡ്നെസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്? യെസ്, പറഞ്ഞോളൂ. ഒന്ന് സൗഹൃദം വരുന്നുണ്ട്. സൗഹൃദം, സൗമ്യത, പരിഗണന, ബഹുമാനം, സഹായം, ശ്രദ്ധ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ദയ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന ഗുണങ്ങളുടെ, സ്വഭാവ ഗുണങ്ങളുടെ ഭാഗമായി വരുന്ന ഒരു കാര്യം കൂടിയാണ് ദയ ഉണ്ടാവുക എന്നത്. മറ്റുള്ളവരുടെ സൗഹൃദത്തോട് പെരുമാറണമെങ്കിൽ നമുക്ക് ഈ ദയ ഫീൽ ചെയ്യണം. മറ്റുള്ളവർ പരിഗണിക്കണമെങ്കിൽ ഏറ്റവും വലിയ പരിഗണന മനുഷ്യനാണ് എന്ന പരിഗണനയാണ്. മറ്റൊരു അളവുകോലുമില്ലാതെ എന്നെ പോലെ മനുഷ്യനാണ്, അദ്ദേഹവും അംഗീകരിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. പണമോ സമ്പത്തോ അധികാരമോ രൂപമോ ഭാവമോ നോക്കേണ്ടതില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹം അത് അർഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പരിഗണന ഉണ്ട്. അത്, ഈ പരിഗണന എന്നത് നമ്മുടെ ദയയുടെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം എന്നത് ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, എന്താ ജോലി എന്ന് അന്വേഷിക്കും. ചിലപ്പോ എന്താണ് പരിപാടി അന്വേഷിക്കുന്നത് തന്നെ പലപ്പോഴും ബഹുമാനം കൊടുക്കണോ വേണ്ടേ എന്ന് അറിയാൻ വേണ്ടിയാണ്. ആളുകൾക്ക് ബഹുമാനം കൊടുക്കണോ വേണ്ടേന്ന്. അങ്ങനെയൊന്നുമില്ല. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നത് വരണം. ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു സൗഹൃദ മനോഭാവം ഉണ്ടാവുക, അദ്ദേഹത്തിന് പരിഗണന കൊടുക്കാൻ കഴിയുക, അദ്ദേഹത്തിന് ആ ആളോട്, ആ വ്യക്തിയോട് ഒരു ബഹുമാനം ഫീൽ ചെയ്യുക, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക. അതിലൊന്ന് മാത്രമാണ് സഹായം എന്നത്. ഒരാളെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നു. ഇത് ഈ പറഞ്ഞ ദയയുടെ കുറെ കാര്യങ്ങളിൽ, ദയ അനുഭവപ്പെടുന്നതിൽ, ദയ നൽകുന്നതിൽ, ദയ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഭാഗങ്ങളിൽ, അതിൽ പെടുന്നതിൽ ഒന്ന് മാത്രമാണ് അദ്ദേഹത്തെ, അല്ല ഒരു വ്യക്തിക്ക് സഹായങ്ങൾ ചെയ്യുക എന്നത്. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നു, സാമ്പത്തികമായ സഹായം ചെയ്യുന്നു, ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, ഒരാൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നു, ഒരാൾക്ക് നമ്മൾ അദ്ദേഹത്തിന് മുറിവ് പറ്റുമ്പോൾ അല്ലെങ്കിൽ ചികിത്സ ആവശ്യം വരുമ്പോൾ, അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങൾ നീക്കാൻ നമ്മൾ സഹായിക്കുന്നു. ഇതൊക്കെയും ദയയുടെ ഭാഗമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ ദയകളിൽ ഒരുപാട് കാര്യങ്ങളൊന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, സൗമ്യമായി പെരുമാറാൻ കഴിയുക. ജെന്റിലായി, ബി ജെന്റിൽ, ജെന്റിലായി, സൗമ്യമായി, വളരെ നല്ല ഒരു, എന്താ പറയാ, നമ്മുടെ ചിറകുകൾ താഴ്ത്തി കൊടുത്താന്നൊക്കെ പറയാറില്ലേ. ഇത് ഓരോ ഇടത്തും ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും. മാതാപിതാക്കളോട് കാണിക്കുന്ന ഒരു ദയയും കരുണയും സ്നേഹവും ബഹുമാനവും പരിഗണനയും അത് വ്യത്യസ്തമാണ്. ഭാര്യയോട്, ഭർത്താവിനോട്, പങ്കാളിയോട്, മക്കളോട്, അയൽവാസിയോട്, ബന്ധുവിനോട്, ജീവനക്കാരോട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് നമ്മളിത് കാണിക്കുന്നത് അതിന് വ്യത്യസ്തമായ മറ്റു തലങ്ങളാണ്. അങ്ങനെ ഓരോ ആൾക്കാർക്ക് വേണ്ടി ഓരോ വ്യക്തിയും അർഹിക്കുന്ന രീതിയിലേക്ക്, എല്ലാത്തിനും അപ്പുറത്തേക്ക്
മനുഷ്യൻ എന്ന പരിഗണന വെച്ചിട്ട് അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ തരത്തിൽ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ ആരാണോ അവർ ഏത് രീതിയിൽ അർഹിക്കുന്നോ നോക്കിയിട്ട് അവർക്ക് അത് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ എല്ലാ കാര്യവും എല്ലാവർക്കും വേണമെന്നില്ല. ഒരു സൗഹൃദത്തിന്റെ ഒരു തലം ഒരാൾക്ക് മതിയാകും. അദ്ദേഹത്തോട് ആ വ്യക്തിയോട് ആ നിലക്ക് പെരുമാറിയാൽ അദ്ദേഹത്തിന് ആശ്വാസം കിട്ടും. ചിലർക്ക് വേണ്ടത് കെയറിംഗ് ആണ്. ഞാൻ പറഞ്ഞതിൽ ഇനി വരാൻ പോകുന്ന കെയറിംഗ്, നല്ലൊരു കെയർ കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക, ആവശ്യമായ കെയറിംഗ് കൊടുക്കുക. അതും ഈ പറഞ്ഞ ദയയുടെ ഭാഗമായി വരുന്ന ഒരു കാര്യമാണ്. ഇത് ഒരിക്കൽ പോലും അവസാനിക്കാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ വ്യക്തിയോടും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിക്കും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടേണ്ടുന്ന ഒരു നമ്മൾ വളർത്തിയെടുക്കേണ്ട ശീലമാണ്. ആ ശീലത്തിന്റെ ഉപകാരം കിട്ടുന്നത്, ആ ശീലത്തിന്റെ ഗുണം ലഭിക്കുന്ന ആള് നമ്മിൽ നിന്ന് നമ്മുടെ കൂടെയുള്ള നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ള ആൾക്കാരാണ്. എന്താണ് ഇതിനൊക്കെ ഗുണം? അങ്ങനെ നമ്മൾ ദയ കാണിക്കുന്നു എന്നുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? നമുക്കെന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ? എന്ന് പറഞ്ഞ് നമ്മൾ ഈ ദയ കാണിക്കുന്നു എന്നുകൊണ്ട് നമുക്കെന്ത് നേട്ടം ഉണ്ടാകുന്നത്? നമുക്കെന്ത് നേട്ടമാണ് അതുകൊണ്ടുണ്ടാകുന്നത്? നമ്മൾ ഒരാൾക്ക് ഒരു സൗഹൃദത്തോടെ പെരുമാറുന്നു, ഒരു കെയറിംഗ് കൊടുക്കുന്നു, ഒരു സഹായം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ ഒരാൾക്ക് പരിഗണന കൊടുക്കുന്നു. നമ്മൾക്ക് എന്ത് ഗുണം അത് ഉണ്ടാക്കുന്നത്? ഒരു ചോദ്യമുണ്ട്. നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണോ നമ്മളത് ചെയ്യേണ്ടത്? യെസ്, വെരി ഗുഡ്. സന്തോഷം കിട്ടുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സന്തോഷം കിട്ടുന്നുണ്ട്. ആ സന്തോഷം കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഓക്കെ, റമേഷ് പറഞ്ഞു സന്തോഷം കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. വളരെ നല്ല ഉത്തരമാണ്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. ഈ സന്തോഷം കിട്ടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ നമുക്ക്? നമ്മുടെ മാനസികമായി, ശാരീരികമായി എന്തെങ്കിലും മാറ്റം അത് കൊണ്ടുവരുന്നുണ്ടോ? സന്തോഷം അനുഭവിക്കുമ്പോൾ? യെസ്, യെസ്. ഒരുപാട് മാറ്റങ്ങൾ അത് കൊണ്ടുവരുന്നുണ്ട്. യെസ്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. നമ്മുടെ മാനസികാവസ്ഥകൾക്ക്, ശാരീരിക അവസ്ഥകൾക്ക് വലിയ മാറ്റങ്ങൾ അത് കൊണ്ടുവരുന്നുണ്ട്. നമ്മളിങ്ങനെ ദയയോടെ പെരുമാറുമ്പോൾ, നമ്മളിങ്ങനെ സന്തോഷത്തോടെ പെരുമാറുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് നമുക്കതൊരു ഊഷ്മളമായ ഒരു അനുഭവം ഉണ്ടാക്കുന്നതാണ്. വാം ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ്. ഒരു ഊഷ്മളമായ അനുഭവം ഉണ്ടാക്കുന്നതാണ്. ഡോക്ടർ ഡേവിഡ് ആർ ഹാമിൽട്ടൺ ഒക്കെ അദ്ദേഹത്തിന്റെ പഠനത്തിൽ പറഞ്ഞത് അത് നമുക്ക് പിന്നെ ഒരുപാട് സൈഡ് എഫക്ട് നൽകുന്നതാണ് പറഞ്ഞത്. 5ഓളം എഫക്റ്റുകൾ നമുക്കത് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ശാരീരികമായി, മാനസികമായി, ഫിസിക്കലി ആൻഡ് മെന്റലി, ശാരീരിക മാനസിക ആരോഗ്യങ്ങൾക്ക് അത് ഗുണം നൽകുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിലൊന്ന് ഹാപ്പി ഹോർമോൺസ് ഉത്പാദിക്കപ്പെടുന്നതാണ്. എന്താ ഹാപ്പി ഹോർമോൺസ്? നമ്മളെ ഡോസ് എന്ന് പറയാ. ഡൊപാമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ തുടങ്ങിയ സന്തോഷത്തിന്റെ ഹോർമോൺസ് ഉണ്ട്. അത് നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ഈ സന്തോഷത്തിന്റെ ഹോർമോൺ വലിയ തോതിൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ആളുകള് ചില കുറുക്ക് വഴികളൊക്കെ തേടിയിട്ട് ചില മരുന്നുകൾ കഴിച്ച് എന്താ പറയാ അങ്ങനെ അഡിക്റ്റ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. ഞാൻ അതിന്റെ വിഷയങ്ങളിൽ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അതിനങ്ങനെ എന്തെങ്കിലും മരുന്നോ ഗുളികയോ എന്തെങ്കിലും പുകയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ആളുകളോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ, സന്തോഷത്തോടെ പെരുമാറുമ്പോൾ, ദയയോടെ പെരുമാറുമ്പോൾ, ദയയുടെ വ്യത്യസ്തമായ രൂപങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമുക്കത് ലഭിക്കുന്നതാണ്. അപ്പൊ ഒന്ന്, ഈ പറഞ്ഞ സന്തോഷത്തിന്റെ ഹോർമോൺ നമുക്ക് വർദ്ധിക്കുന്നു. സെറോട്ടോൺ വർദ്ധിക്കുന്നു. സെറോട്ടോൺ വർദ്ധിക്കുമ്പോൾ വേദനകൾ കുറയും നമുക്ക്. ഓക്സിറ്റോസിൻ വർദ്ധിക്കുന്നു. എൻഡോർഫിൻ വർദ്ധിക്കുന്നു. ഇങ്ങനെ ഓരോ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ വേദനകൾ കുറയുന്നു, ക്ഷീണം കുറയുന്നു, അസ്വസ്ഥതകൾ മാറുന്നു, മൊത്തത്തിൽ നമ്മൾ റിലാക്സ് ആവുന്നു. ഈ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആവും. ബ്ലഡ് പ്രഷർ കുറയും. അത് സ്വാഭാവികമായ ഒരവസ്ഥയിലേക്ക് അത് പ്രവർത്തിച്ചു തുടങ്ങും. കാരണം നമ്മൾ ഈ ഒരു കൈൻഡ്നസ്, ഈ ഒരു ദയ പ്രകടിപ്പിക്കുമ്പോൾ, നമ്മൾ ഈ ഒരു ദയ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറുമ്പോൾ
സ്വാഭാവികമായും നമ്മുടെ സ്ട്രെസ് റിലീസാവും. സ്ട്രെസ് റിലീസ് ആവണ്ടേ? നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നത്, ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്, ഈ മറ്റുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നത് സ്ട്രെസ് റിലീസ് ആവാൻ വേണ്ടിയാണ്. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ദയ എന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഈ രീതിയിലേക്ക് ഒരു 5-6 പിന്നെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ മാസം നമ്മൾ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ പോസിറ്റീവായ ഇടപെടലുകൾക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ ആളുകളെ സഹായിക്കാനും സൗഹൃദത്തോടെ പെരുമാറാനും നമ്മൾ ഒന്ന് ഇത്രയും ഒരു കാര്യം അതിനോട് ചേർക്കാനുള്ള സംഭവം ഇതാണ്. നമ്മൾ ശത്രുത ഉണ്ടാകാനും പ്രയാസം ഉണ്ടാകാനും പ്രശ്നമുണ്ടാകാനും ഉള്ള നോട്ടമുണ്ടല്ലോ. ഓളം തന്നോട് ഇങ്ങനെ പറയുന്നത്, അവളം തന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, എന്നെ ഫോക്കസ് ചെയ്തിട്ടാണോ അവൻ സംസാരിക്കുന്നത്? എനിക്കെതിരെയാണോ അവർ കാര്യം ചെയ്യുന്നത്? എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത് എന്ന രീതിയിൽ പരാതികളും പരിഭവങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി, കുറ്റപ്പെടുത്തലുകൾക്ക് വേണ്ടി നമ്മെ ആരോ കുറ്റപ്പെടുത്തുന്നോ എന്ന ചിന്തകളും ഉള്ളിൽ വെച്ച് അങ്ങനെ ആളുകളൊക്കെ എനിക്കെതിരെയാണ്, എന്നെ കൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ വേദനിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന ചിന്തക്ക് പകരം ആ ചിന്തയെ തന്നെ ഒന്ന് മാറ്റിക്കൊണ്ടുവരിക ചെയ്യുന്നു. നമ്മൾ ഒരു സൗഹൃദം കാണുന്നു, അവിടെ ശത്രുത ഇല്ലാതാകുന്നു. ഇങ്ങോട്ടില്ലെങ്കിലോ ഇങ്ങോട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. ഉണ്ടോ? ഇങ്ങോട്ട് എങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. സാറിന് ചിലപ്പോഴൊക്കെ പറഞ്ഞ വാക്കുണ്ട്, ഞാനൊരു കണ്ണാടി പോലെയാണ്, എങ്ങനെയാണോ എന്നോട് അങ്ങനെയാണ് അങ്ങോട്ടും. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. എന്തായിരിക്കും? ആളുകൾ ഒരു 100 ആള് ഒരു ദിവസം കാണുമായിരിക്കും. തുറന്നു കാണുക അതിനേക്കാൾ കൂടുതൽ കാണും പലപ്പോഴും. ചുരുങ്ങി 100 ആളെ കാണും, അല്ലെങ്കിൽ 10 ആളെ കാണും വെച്ചോ, പോട്ടെ 10 ആളെ, വീട്ടിനകത്ത് തന്നെയാണ്, പുറത്തും ഞാൻ പോകുന്നില്ല, എന്നാലും 10 ആളെ കാണുമല്ലോ. ആ 10 ആളുകൾ നമ്മൾ പെരുമാറുന്നത് ഒരേ രീതിയിലായിരിക്കുമോ? ആ 10 ആളുകൾ നമ്മൾ പെരുമാറുന്നത് ഒരേ രീതിയിലായിരിക്കുമോ എന്ന് പറഞ്ഞേ. ആ 10 ആള് നമ്മൾ പെരുമാറുന്നത് ഒരേ രീതിയിലായിരിക്കുമോ? അല്ല, അല്ല, ഒരിക്കലല്ല. 10 രീതികളായിരിക്കും. ചിലപ്പോൾ 10ഉം അല്ല, 20ഉം 30 രീതിയായിരിക്കും. ഒരാൾ തന്നെ 2-3 രൂപങ്ങളിലും രീതികളിലും സ്വഭാവങ്ങളിലും നമ്മൾ പെരുമാറും. ചിരിച്ചോണ്ടാ വരിക, വന്നാൽ പിന്നെ കാണിക്കുന്ന സ്വഭാവം വേറൊന്നായിരിക്കും, പറയുന്നത് വേറൊന്നായിരിക്കും. അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ സ്വാഭാവികമായുള്ള അവസ്ഥകളിൽ നിന്ന് പലരും പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോ എങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ടും എന്ന തത്വത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇവർക്കനുസരിച്ച് പണ്ട് കുരങ്ങ് കളിപ്പിക്കുന്ന ആൾക്കാരുടെ ആ ഒരു അവസ്ഥ പോലെ ചാടിക്കളിക്കട കുഞ്ഞിരാമാരമ്പം ചാടിക്കളിക്കുക, ഓടിക്കളിക്കണം ഓടിക്കളിക്കുക. മനസ്സിനെ കുറിച്ച് തന്നെ പദ്ധതി പറയാറുണ്ടത് കുരങ്ങ് പോലെയാണ്, ഒരിടത്ത് ഒതുങ്ങി നിൽക്കില്ല, അതിങ്ങനെ പിടുത്തം വിട്ട് പരക്കെ പോകുന്നത്. പിന്നെ നമ്മളും അതിനനുസരിച്ചിട്ട് ആളുകൾക്കനുസരിച്ച് മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന്റെ സന്തോഷമോ സ്വസ്ഥതയോ ഒരു സെക്കൻഡ് പോലും അനുഭവിക്കാൻ കഴിയില്ല. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഇങ്ങോട്ട് എങ്ങനെ എന്നതിന് പകരം അപ്പുറത്തേക്ക്, അതിനും അപ്പുറത്തേക്ക് ഒരു സൗഹൃദത്തിന്റെ രീതിയിലേക്ക്, ഒരു ഒരു കരുണയുടെ രീതിയിലേക്ക്, ഒരു പരിഗണനയുടെ രീതിയിലേക്ക്, ഒരു അംഗീകാരത്തിന്റെ രീതിയിലേക്ക്, ആ ഒരു സഹായത്തിന്റെ രീതിയിലേക്ക്, ആവശ്യമായ രീതിയിലേക്ക് നമ്മൾ കൊടുക്കാനും അത് ഇടപെടാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം കൊണ്ടുവരും. വെരി ഗുഡ്. നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം കൊണ്ടുവരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ അവരുടെ ഒരു കണ്ടെത്തൽ, ഒരു കൂട്ടം ആളുകൾ അവര് ഇതുപോലെ 6 ദിവസവും ആഴ്ചകളും മാസങ്ങളും നിരീക്ഷിച്ച് അവരുടെ ഈ പ്രവർത്തനം കണ്ടപ്പോ അവർ കണ്ടെത്തിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ട് ഇതാണ്, റിസൾട്ട് ഇതാണ്, അവരില് പോസിറ്റിവിറ്റി, കൂടുതൽ പോസിറ്റീവായി അവർ പെരുമാറുന്നു എന്നാണ്. അങ്ങനെ പോസിറ്റീവായി പെരുമാറി തുടങ്ങിയപ്പോ അവരുടെ റിലേഷൻഷിപ്പ് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടു എന്നാണ്. ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുന്നവർ കാണുന്നതാണ്. കാരണം ആളുകളോട് സൗഹൃദത്തോടെ പെരുമാറുന്നു,
ആളുകളോട് അങ്ങോട്ട് പെരുമാറുന്ന പോലെ തന്നെയാണ് ആൾ ഇങ്ങോട്ട് പെരുമാറുക. നമ്മൾ ഒരുപക്ഷെ ആളുകള് പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കാന്നൊക്കെ വെച്ചിട്ട് ആദ്യം നമ്മളിങ്ങനെ ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒരു സ്റ്റെക്ക് ഉണ്ടാവും. എന്നോട് തന്നെയാ ചിരിക്കുന്നത്, എനിക്ക് തന്നെ ചെയ്തിരുന്നു എന്നൊരു ചിന്താഗതി ചിലപ്പോൾ വന്നേക്കും. പക്ഷെ അത് അയാൾ അങ്ങനെയാണ് എന്ന് തോന്നുമ്പോ പിന്നെ നമ്മളോട് എല്ലാ ആളുകളും പെരുമാറുക ആ നിലക്കായിരിക്കും. ഒന്ന് പരീക്ഷ നോക്കുക. നമ്മൾ ചിരിച്ച് സംസാരിക്കുകയും ചിരിച്ചിടപെടുകയും ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് സന്തോഷം വരും. ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ ചിരിച്ചും സന്തോഷത്തോടെ പെരുമാറുക. അപ്പോ അത് നമ്മള് വളരെ കരുതലോടെ ശ്രദ്ധയോടെ പ്ലാൻ ചെയ്താണെങ്കിൽ, വളരെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും സ്ഥിരമായി നമ്മൾ ചെയ്തതാണെങ്കിലും അല്ല വല്ലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു കാരുണ്യമാണെങ്കിലും അത് നമ്മുടെ ബോധതലത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മളത് അങ്ങനെ ആ രീതിയിലേക്ക് ആളുകളോട് പെരുമാറുക, ആളുകൾക്ക് എന്തെങ്കിലും ചാരിറ്റി ആയിട്ട് കൊടുക്കുക എന്നത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. കയ്യിലുള്ളത് പങ്കുവെക്കാൻ കഴിയുക. കുറച്ച് പൈസയുണ്ട്, ഒരാൾ വന്ന് ചോദിക്കുന്നു, ഒരു 10 രൂപ എടുത്തു കൊടുക്കുമ്പോൾ മനസ്സ് വേദനിക്കാതെ, സ്ട്രെസ് ഇല്ലാതെ, ടെൻഷൻ ഇല്ലാതെ ആ 10 രൂപ നമ്മളോട് കൈനീട്ടി ആൾക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു 100 രൂപ ആവശ്യക്കാരനായ ഒരാൾക്ക് അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് അങ്ങനെ കൊടുക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ സമ്പത്തിൽ അത് വലിയ വർധന ഉണ്ടാക്കും, നമ്മുടെ മാനസികാവസ്ഥയിൽ മാറ്റം ഉണ്ടാക്കും. അത് ദയയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ, ചാരിറ്റിയുടെ ഒരു ചലഞ്ച് പോലത്തെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നു ആളുകൾ സഹായിക്കാൻ വേണ്ടി. അത് നമുക്ക് വലിയൊരു മാനസികമായ മാറ്റങ്ങൾ ഈ ദയയുടെ ഒരു ഭാഗമായിട്ട് നമുക്കിനെ കാണാൻ പറ്റും. ആളുകൾക്ക് അവസരം കൊടുക്കുന്നു. ഇപ്പൊ ഷോപ്പിലേക്ക് ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ പ്രയാസപ്പെടുന്ന ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളയാൾക്ക് നമ്മളെക്കാളും മുന്നിലേക്ക് ശരി കയറിക്കോളൂ, കൊടുത്തോളൂ, നിങ്ങൾ വാങ്ങിച്ചോളൂ, നിങ്ങൾ പോയിക്കോളൂ, ബില്ലടച്ചോളൂ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 1-2 മിനിറ്റാണ് നമുക്ക് അതുകൊണ്ട് ലാഭം കിട്ടുക. അയാൾക്ക് മുമ്പിൽ നമ്മൾ കയറി നിന്നാൽ ഒരു ആവശ്യക്കാരൻ നമ്മൾ അവിടെ പരിഗണിച്ച് കൊടുക്കുമ്പോൾ എന്നുവെച്ചിട്ട് എല്ലാ ആൾക്കാരും മുമ്പിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെ ബാക്കിൽ ഇങ്ങനെ ക്യൂ നിർത്തണമെന്നില്ല. ഒരു പ്രയാസം അനുഭവിക്കുന്നതാണ്, അയാൾക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. കൊടുക്കുമ്പോ ഒന്നും വേണ്ട. ബസ്സിൽ ഇപ്പൊ യാത്ര ചെയ്തത് കുറവായിരിക്കാം. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തൊരു സീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സീറ്റ് തന്നെ ഉണ്ട്, ഒരാവശ്യക്കാരൻ കയറി വരുന്നുണ്ട്. ആ ആൾക്ക് നിൽക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ശാരീരിക പ്രയാസമുള്ള, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള, നമുക്ക് കാഴ്ചയിലേ അദ്ദേഹത്തിന് ഒരു അവശത തോന്നുന്ന ആൾക്ക് നമ്മൾ ആ സീറ്റ് ഒഴിച്ചു കൊടുക്കുമ്പോ അതും ദയാണ്. അത് കൊടുക്കുമ്പോൾ ഒരു അവസ്ഥ കൂടിയുണ്ട്. ഒന്നോർത്ത് നോക്കിയേ, അത് കൊടുക്കുമ്പോ നമ്മൾക്ക് മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ പോകുന്ന കാര്യം പറഞ്ഞു, ഇനി അല്ല കാറിലാണ് ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്, കാറിലാണ് യാത്ര ചെയ്യുന്നത്, നമ്മളേക്കാൾ തിരക്കായിട്ട് ഒരാൾ വരുന്നു. ആള് റോഡിൽ അദ്ദേഹത്തിന് മുന്നിൽ പോകാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി ആ റോഡിൽ പോകുമ്പോൾ, വാഹനം യാത്ര ചെയ്ത് പോകുമ്പോൾ അടുത്ത ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ആ ജംഗ്ഷനിൽ അപ്പുറത്തുനിന്ന് ഒരാൾ വന്നു, നമ്മളും വന്നു, നമ്മൾ അയാളെ പോകാൻ അനുവദിക്കുന്നു. അതൊരു ദയയുടെ ഭാഗമാണ്. നമ്മളൊരു പുസ്തകം വായിക്കുന്നു, ആ പുസ്തകത്തിന് ഒരു റിവ്യൂ പോസിറ്റീവായി കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു റിവ്യൂ കൊടുക്കുന്നു, അതൊരു ദയയുടെ ഭാഗമാണ്. നമ്മൾ ക്ലാസ് കേൾക്കുന്നു, ആ ക്ലാസ്സിനെ കുറിച്ച് ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുന്നു, ആ ഫംഗ്ഷനെ കുറിച്ച് നല്ല ഒരു അഭിപ്രായം പങ്കുവെക്കുന്നു, അതും ദയയുടെ ഭാഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കമന്റ് നമ്മൾ ഷെയർ ചെയ്യുന്നു, അതും നല്ല ഒരു നമ്മുടെ ദയയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനോട് ദയയോടെ, സ്നേഹത്തോടെ നമ്മൾ പെരുമാറുന്നു, നന്ദി പറയുന്നു, അത് ദയയുടെ ഭാഗമാണ്. നമ്മുടെ സുഹൃത്തുക്കളെ, കുടുംബങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, ദയയുടെ ഭാഗമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. എല്ലാ ഇടങ്ങളും നമ്മളിങ്ങനെ പെരുമാറുമ്പോൾ അതൊക്കെയും നമുക്ക് നൽകുന്ന ഈ പറഞ്ഞ മാനസികമായ സന്തോഷവും ഒരു മാറ്റവും ഉണ്ട്. അത് നമ്മളിങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അതുകൂടെ പരിഗണിച്ച്
ശ്രദ്ധിച്ച് ആ നിലക്ക് പോവുക. പറ്റുമെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഒരു ദിവസം നമുക്കൊന്ന് എഴുതി നോക്കാം എന്തൊക്കെയെന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോൾ തന്നെയും അങ്ങനെ പെരുമാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെയും ഇതൊക്കെയും നമുക്ക് പേഴ്സണലായി നമ്മൾ ചെയ്യേണ്ടത് കാര്യമുണ്ട്. ആ നിലക്ക് പേഴ്സണലായി നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മളോട് തന്നെയുള്ള ഒരു ഒരു ദയ, ഒരു കൈൻഡ്നസ്, അത് നമ്മുടെ ശീലമായി മാറേണ്ടതുണ്ട്. നമ്മളോട് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഒന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒഴിവാക്കിയതിന് ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ തന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യം ഒഴിവാക്കുക. നമുക്കുള്ള അനുഗ്രഹങ്ങൾക്ക്, നമുക്കുള്ള നേട്ടങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരാവുക, മാപ്പ് കൊടുക്കുക. അതൊക്കെയും നമ്മളോട് കാണിക്കുന്ന ദയയുടെ ഭാഗമാണ്. സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ അവസരങ്ങൾ കണ്ടെത്തുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെയും ഒരു പോസിറ്റീവായി തയ്യാറാവുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന, നമ്മളോട് നമ്മൾ കാണിക്കുന്ന സന്തോഷത്തിന്റെ അല്ലെങ്കിൽ കൈൻഡ്നസിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു എന്താ പറയുക, ദയയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എത്രമാത്രം വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നു കൂടി നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ ജീവിതത്തിന്റെ അത്ഭുതകര മാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും.